പ്രശസ്തരായ ആളുകൾ അന്തരിച്ചു എന്നവരിൽ വ്യാജ കാർഡുകൾ പ്രചരിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ സംഭവമായി മാറിയിട്ടുണ്ട് പലപ്പോഴും. പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു വരുന്നു. സലീം കുമാറിനെ പോലെ പല ആളുകളെയും പിന്നെയും പിന്നെയും മരിക്കാൻ പ്രേരിപ്പിക്കുന്നു നമ്മുടെ ആളുകൾ. ഇപ്പോൾ ഏറ്റവും അവസാനം പ്രശസ്ത നടനും കഥാകൃത്തും ചലച്ചിത്രതാരവും ഒക്കെയായ മധുപാൽ അന്തരിച്ചു എന്നതിൽ ഫ്ലവേഴ്സിൻ്റെ പേരിൽ ഒരു വ്യാജ കാർഡ് ഉണ്ടാക്കി ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പല ആളുകളും ഫ്ലവേഴ്സിലേക്കും 24-ലൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് മധുപാലിന് എന്തെങ്കിലും സംഭവിച്ചോ. ഞങ്ങളും ആദ്യം ഒന്നും ഞെട്ടി, കാര്യം ഫ്ലവേഴ്സിൻ്റെ ലോഗോയൊക്കെ വെച്ചിട്ടാണ് ഈ കാർഡ് പ്രചരിപ്പിക്കുന്നത്. അടിസ്ഥാനരഹിതമായ ഈ വ്യാജ കാർഡ് പ്രചരിപ്പിച്ച ആൾക്കാരെതിരെ എന്ത് നടപടിയെടുക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ആലോചിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ മധുപാലിനെ ആളുകൾ കൊലപ്പെടുത്തിയിട്ട് കുറച്ച് സമയമായി. എന്തായാലും പരേതനായ മധുപാൽ നമുക്കൊപ്പം ചേരുകയാണിപ്പോൾ ടെലഫോണിൽ. മധുപാൽ, നമസ്കാരം. മധു, കുറച്ചു നേരമായിട്ട് ആളുകൾ ഇങ്ങനെ ഫോണിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മധുപാൽ എന്തെങ്കിലും സംഭവിച്ചോ. മധുപാൽ ഇപ്പോൾ എവിടെയുണ്ട്? ഞാൻ വീട്ടിൽ തന്നെയുണ്ട്. പരേതനായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇത് ആരെങ്കിലും വിളിച്ചു ചോദിച്ചോ ജീവനോടെ ഉണ്ടോ എന്ന്? എന്നെ ജീവിതത്തിൽ ഉള്ള കാര്യത്തിൽ കഴിഞ്ഞ ഉച്ചയ്ക്ക് ഒരു 12:30 മുതൽ ഈ വാർത്ത കേരളത്തിൽ പ്രചരിക്കുന്നുണ്ട്. 12:45 മുതൽ ഈ വാർത്ത കിട്ടുന്നുണ്ട്, അറിയുന്നുണ്ടെന്നുള്ളതാണ്. ഇത് എനിക്ക് തോന്നുന്നു മധുപാൽ ഇത് ആദ്യ അനുഭവം തോന്നുന്നു. ഒരുപാട് നടന്മാരെ കുറിച്ച് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഫോണൊക്കെ ചെയ്യാനൊന്നും പറ്റില്ല. വൈകുന്നേരം ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോയി ഞാൻ ഇതിനെക്കുറിച്ച് കൺസേൺ അല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ വിട്ടത്. കാരണം ചിലർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, പിന്നെ വീഡിയോ കൊടുക്കണം, വീഡിയോ ചെയ്യണം. ഞാൻ പറഞ്ഞു മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നത് തന്നെ പോലെ മണ്ടത്തരം വേറെ ഒന്നും ഇല്ലാന്ന് എനിക്കറിയാം. ഞാൻ ജീവനോടുണ്ടെന്ന് വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമല്ല. അതുപോലെ ഒരു മണ്ടത്തരം ചെയ്യാൻ എന്തായാലും ഞാൻ തയ്യാറല്ല. കാരണം അത് പിന്നെ രണ്ടാമത്തെ കാര്യങ്ങൾ ഇതിനകത്ത് ഈ പറയുന്ന ഞാൻ കണ്ടത് ഫ്ലവേഴ്സിന്റെ ലോഗോ ആണ് ഉപയോഗിച്ചിട്ടത്. ഇത് ചെയ്ത എനിക്ക് ഒരു ഭാഗത്ത് കിട്ടുന്നത് ഒരു സുബ്രഹ്മണ്യ ശ്രീരാജ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. അയാളുടെ ഒരു ഇത് പോസ്റ്റായിട്ടാണ് വേറൊരു കക്ഷി എനിക്കത് അയച്ചു തരുന്നത്. PF മാത്യൂസ് എന്ന് പറഞ്ഞാൽ എന്റെ സുഹൃത്താണ് എനിക്ക് അയച്ചു തരുന്നത്. അല്ല, PF മാത്യൂസ് നമുക്ക് ഫോൺ ചെയ്ത് ചോദിച്ചിരുന്നു മധുപാലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ മരിച്ചോ ചോദിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നോട് പറഞ്ഞു 24-ൽ ഫ്ലവേഴ്സിൽ വിളിച്ച് ചോദിച്ചിരുന്നു, എന്നിട്ടാണ് ഞാനിത് അയക്കുന്നത് എന്ന് പറയുകയും ചെയ്തിരുന്നു. അപ്പം പുള്ളി ആദ്യം എന്നോട് ചോദിച്ചൊറ്റ കാര്യം, ഈ സുബ്രഹ്മണ്യൻ ശ്രീരാജുമായിട്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് അറിയില്ല ആരാതെന്ന് ചോദിച്ചു. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് നിന്നെ അയാൾ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിനക്ക് ആദരാഞ്ജലികൾ ഇട്ടിട്ടുണ്ടെന്നു. അങ്ങനെയാണ് ഞാനത് കാണുന്നത്. അപ്പം ഇതിനകത്ത് വേറൊന്നുമില്ല. ഇതിനകത്ത് ഓരോ വ്യക്തികളും പിന്നെ അത് നോക്കിയപ്പോൾ അതിനുശേഷം കുറെ ആളുകളുടെ പേരുകൾ കണ്ടു എന്നുള്ളതാണ്. അപ്പം ഈ ആളുകൾക്ക് എന്തുകൊണ്ടാണ് എനിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് എന്നുള്ളതും അല്ലെങ്കിൽ ഇത്തരൊരു വ്യാജ വാർത്തകൾ, വ്യാജ കാർഡുകൾ ഉണ്ടാക്കി വിടുന്നതും എന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നത് മധുവിന് ഇത് ആദ്യ അനുഭവം തോന്നുന്നു, ആദ്യമായിട്ടാണ് തോന്നുന്നു അന്തരിച്ചു എന്നുള്ള വാർത്ത ലഭിക്കുന്നത്. അല്ലല്ല ഞാൻ നേരത്തെ മരിച്ചിട്ടുണ്ടല്ലേ? 2019 മുതൽ പിന്നെ 2019 ഇലക്ഷൻ കഴിഞ്ഞത് മുതൽ എനിക്ക് ആദരാഞ്ജലികൾ വരുന്നുണ്ട്. അപ്പൊ ഈ മരണം ഒരു പുത്തരിയല്ല, ഇടയ്ക്കിടെ കിട്ടിക്കൊണ്ടിരിക്കുക. ഓക്കെ. അപ്പം മധുപാൽ, താങ്കളെ ഇപ്പോൾ വിളിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ മധുപാൽ ജീവനോട് തിരുവനന്തപുരത്തുണ്ട് എന്ന് പറയുന്നതിനേക്കാളും നല്ല ഈ ശബ്ദ സാന്നിധ്യം നാട്ടുകാർക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചത്. എന്തായാലും പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. താങ്കളോടുള്ള ഏറ്റവും വലിയ സന്തോഷം ഇപ്പൊ ഈ പറഞ്ഞു. കാരണം വെച്ചാൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ നിരന്തരമായിട്ട് കുറെ നേരമായിട്ട് എന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. പലരും പലതരത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടുള്ളൊരു സന്തോഷമുണ്ട്. ഒന്ന്, ഞാൻ അവരോടൊക്കെ കുറെ കാലത്തിന് ശേഷം വീണ്ടും സംസാരിക്കുന്നു, അടുപ്പമുള്ളവരോട് സംസാരിക്കുന്നു, പരിചയമില്ലാത്തവരോട് സംസാരിക്കുന്നു. ഇതൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇവരെല്ലാവരോടുമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ മരിച്ചിട്ടില്ല സുഹൃത്തുക്കളെ എന്നുള്ളത്. അമേരിക്കയിൽ നിന്ന് വരെയുള്ള ചില സുഹൃത്തുക്കൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എളുപ്പകാലത്ത്. ഓക്കെ, എന്തായാലും അത് നന്നായി. മധുപാൽ ജോയിൻ ചെയ്തുകൊണ്ട് ലോകമെമ്പാടുമുള്ള നമ്മുടെ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കാതിരിക്കും. അപ്പം മധുപാൽ ജീവനോടുണ്ട്, ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. മധു സജീവമായിട്ട് തിരുവനന്തപുരത്ത് വീട്ടിലുണ്ട്. അപ്പോൾ മധുപാൽ, താങ്ക് യു. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് മധുപാലിന് ഒന്നും തോന്നിയില്ല എങ്കിൽ പോലും, മധുപാൽ ഇത് ആദ്യ അനുഭവമല്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ പല സ്ഥലങ്ങളിൽ ഇരുന്നത് കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കാണുമ്പോൾ അവർക്കൊക്കെ ഇതൊരു വലിയ ഞെട്ടലും വേദനയായിട്ട് മാറും. ജീവനോടെ ഇരിക്കുന്ന ആളുകളെ കൊലപ്പെടുത്തിയാൽ എന്താ ഇവർക്കൊക്കെ കിട്ടുക എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു നിൽക്കണം. എന്തായാലും ഇത് പോസ്റ്റ് ചെയ്ത ആളിനെ കുറിച്ച് നമ്മളൊരു അന്വേഷണം നടത്തുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ സൈബർ സെല്ലിൽ പരാതി കൊടുത്ത് ചെയ്യുകയും ചെയ്യും. ഫ്ലവേഴ്സിൻ്റെ ലോഗോ ദയവ് ചെയ്ത് നിങ്ങൾ ദുരുപയോഗപ്പെടുത്തരുത്. 24-ൻ്റെയും